പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പി.സി. ജോർജിന്റെ വിമർശനത്തോട് യോജിക്കുന്നില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനം. അനിൽ കെ ആന്റണി മികച്ച സ്ഥാനാർത്ഥി, താൻ മത്സരിക്കില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുമെന്നും അൽഫോൺസ് കണ്ണന്താനം 24നോട് പറഞ്ഞു. ഈ സ്ഥാനാർത്ഥി പട്ടിക വരുന്നേക്കാട്ട് മുൻപേ അങ്ങയുടെ പേരൊക്കെ തന്നെ പലതവണ ഉയർന്നിരുന്നു കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ, പക്ഷേ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ല. അതെന്താണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ പോയ സാഹചര്യം? ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി തന്നെ നേരെ വിളിച്ച് മത്സരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനായതുകൊണ്ട് ഞാൻ എറണാകുളത്ത് മത്സരിച്ചു, തോറ്റുപോയി. അത് കഴിഞ്ഞ് പിന്നെ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കുന്നില്ല, കാരണം ഞാൻ അസംബ്ലിയിൽ നിന്ന് രാജിവെച്ചിട്ടാണ് BJP ചേർന്നത്. അപ്പോഴും എന്നെ പിന്നെയും പ്രധാനമന്ത്രി വിളിച്ച് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇലക്ഷൻ നിന്നു. ഇപ്രാവശ്യം ഞാൻ നിൽക്കുന്നില്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു. തൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെയാണ് BJP നേതാവായിട്ടുള്ള പി.സി. ജോർജ് വലിയ വിമർശനം ഉന്നയിച്ചത്. കാരണം ഡൽഹിയിൽ മാത്രം പരിചയമുള്ള ഒരാളെ മണ്ഡലത്തിൽ അറിയില്ല. കാരണം സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ പണി ഇപ്പോൾ അവിടെ എടുക്കേണ്ടത് മറ്റ് BJP നേതാക്കളാണ്, സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക എന്നത്. അതോടൊപ്പം തന്നെ ഒരു കുറ്റിച്ചൂലിനെയാണ് അവിടെ എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തിരിച്ചടിയാകുന്നൊരു പരാമർശങ്ങളല്ലേ? നമ്മുടെ കേന്ദ്ര നേതൃത്വം പാർലമെൻ്ററി ബോർഡാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതും നിശ്ചയിക്കുന്നതും. അപ്പോൾ അവരാരും നിശ്ചയിച്ചാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിനപ്പുറത്തൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ചിട്ടാണ് അവർ സ്ഥാനാർത്ഥിയെ അവർ നിർത്തുന്നത്. അതുകൊണ്ട് A.K. ആൻ്റണിയുടെ മകൻ ആയ അനിൽ ആൻ്റണിയും മലയാളിയല്ല, കേരളത്തുകാരനല്ല, ഇവിടെ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനോടൊക്കെ എനിക്ക് യോജിക്കാൻ പറ്റിയല്ല. ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസങ്ങളടക്കം നടന്നിരുന്നു. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഫലം കാണുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളാണല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളും കോളേജുകളും ആശുപത്രിയും അനാഥാലയങ്ങളും എല്ലാം നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നല്ലവണ്ണം സഹകരിച്ചു പോകുന്നത് ക്രിസ്ത്യാനികൾക്ക് നല്ലതാണ്, വളരെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്താൽ ക്രിസ്ത്യാനികൾക്ക് നല്ലത്, പള്ളികൾക്ക് നല്ലതാണ്.